നമസ്കാരം. ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരനായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബവും. ഭാര്യ സിന്ധു കൃഷ്ണയും 4 മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നടൻ എന്നതിനൊപ്പം രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കൃഷ്ണകുമാർ. മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന താരം കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും നടൻ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മക്കളുടെ പേരിലാണ് കൃഷ്ണകുമാർ വാർത്തകളിൽ നിറയാറുള്ളത്. 4 പെൺമക്കളുടെ പിതാവായതുകൊണ്ട് പലപ്പോഴും താരം പരിഹസിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലെ ലേഡീസ് ഹോസ്റ്റൽ നടത്തുന്ന മലയാളത്തിലെ നടൻ എന്നൊക്കെ ചിലർ കളിയാക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പെൺമക്കളിലൂടെ അഭിമാനമുള്ള പിതാവാണെന്ന് താരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട്. താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടപിടിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദിയ കൃഷ്ണയ്ക്കാണ്. പ്രണയവും ബ്രേക്കപ്പും വിവാഹവുമെല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. ഓസിയുടെ ഗർഭകാലമാണ് ഇപ്പോൾ കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും വലിയ വിശേഷം. കല്യാണം കഴിഞ്ഞത് മുതൽ ഓസിയുടെ ജീവിതത്തിലെ ഓരോ വിശേഷ ദിവസവും ആഘോഷമായിരുന്നു. എല്ലാം കുടുംബത്തിലെ ഓരോരുത്തരും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും പങ്കുവയ്ക്കുന്നുണ്ട്. ദിയയ്ക്കും അശ്വിനും ആൺകുഞ്ഞാണ് ജനിച്ചത്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഓമി തരംഗമാണ്. ദിയ കൃഷ്ണയുടെ മകന്റെ ജനനവും അതിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത രീതിയുമാണ് ചർച്ചാ വിഷയമായത്. ലേബർ പെയിൻ അനുഭവിക്കുന്ന പെണ്ണിനും ആദ്യമായി ഈ ലോകത്തോട് പിറന്നു വീഴുന്ന കുഞ്ഞിനും ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് വേണ്ടതെന്നാണ് ആരാധകരുടെ ചോദ്യം. 5 മില്യൺ കാഴ്ചക്കാരെ നേടിയാണ് നിയോം ബേബിയുടെ ബർത്ത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. അതേസമയം വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയ കുഞ്ഞതിഥിയെ താലോചിച്ച് മതിയാകാതെയാണ് വീട്ടുകാർ ഇരിക്കുന്നത്. അമ്മയുടെ 3 സഹോദരങ്ങളും ഓമിക്ക് അമ്മയ്ക്ക് തുല്യരാണ്. പ്രസവം എന്ന ശാരീരിക പ്രക്രിയ അടച്ചിട്ട മുറിയിൽ രഹസ്യമായി നടത്തപ്പെടേണ്ടതാണെന്ന വിശ്വാസം തകർക്കുന്നതായിരുന്നു വീഡിയോ. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം ഒന്നാന്തരമൊരു റിസർച്ച് മെറ്റീരിയലാണെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടത്. ലേബർ സ്വീറ്റ് റൂം എന്ന സൗകര്യമാണ് ദിയ പ്രയോജനപ്പെടുത്തിയത്. വീഡിയോ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഈ സ്വീറ്റ് റൂമിനെ കുറിച്ച് ചോദ്യം ഉയർത്തിയത്. ഉയർന്ന സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് മാത്രമേ ഇത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാകുമെന്നും ചിലർ പ്രതികരിച്ചിരുന്നു. അതിനിടയിൽ ഇപ്പോഴിതാ ദിയയ്ക്ക് സ്വീറ്റ് റൂമിനായി ചെലവായ തുക എത്രയെന്ന് വെളിപ്പെടുത്തുകയാണ് അമ്മ സിന്ധു കൃഷ്ണ. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. സിന്ധുവിന്റെ വാക്കുകൾ ഇങ്ങനെ: പ്രസവത്തിന് പണ്ടത്തെ സൗകര്യങ്ങളൊന്നുമല്ല ഇന്ന്. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്റർനാഷണൽ ആശുപത്രികളിൽ കിട്ടുന്നത് പോലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ നമുക്ക് അറിയുന്ന വ്യക്തികൾ, അപ്പോൾ കിട്ടുന്ന പേഴ്സണൽ അറ്റൻഷൻ ഉണ്ടല്ലോ, അത് വളരെ മികച്ചതാണ്. ഓസിയുടെ പ്രസവ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചു. എങ്ങനെയാണ് പ്രസവം നടക്കുന്നിടത്ത് കുടുംബത്തെയാകെ അനുവദിച്ചതെന്ന്. അത് ഓസിയുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓസിയുടെ പ്രസവം നടന്നത് സ്വീറ്റ് റൂമിലാണ്. ഈ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള 2 റൂമുകളുണ്ട്. അത് പ്രസവം നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഫ്ലോറിൽ തന്നെയാണ്. പ്രസവം നടക്കുമ്പോൾ നമ്മുടെ കുടുംബം കൂടെ വേണം എന്ന് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് എടുക്കാവുന്ന റൂമാണ്. ഈ റൂമിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അമ്മുവിന്റെ സുഹൃത്ത് സേറയിൽ നിന്നാണ്. സേറയുടെ പ്രസവം ഇവിടെയാണ് നടന്നത്. ആരെങ്കിലും ഒക്കെ പറഞ്ഞാണല്ലോ നമ്മളും അറിയുന്നത്. സേറയുടെ ഡെലിവറി വീഡിയോ റീൽ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഓസി പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ഡെലിവറി ഇവിടെ തന്നെ മതിയെന്ന്. പണ്ട് ഞാനൊക്കെ ഡെലിവറിക്ക് പോകുമ്പോൾ അവിടെ കിച്ചുവിന്റെ അച്ഛന്റെ സഹോദരി ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പെയിനിലൊക്കെ കിടക്കുമ്പോൾ കിച്ചുവിനെയും എന്റെ അമ്മയെയും ഇടയ്ക്കൊന്ന് കയറ്റി എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ അവർ അകത്തേക്ക് വന്നു കാണാൻ. അല്ലാതെ പ്രസവം നടക്കുമ്പോൾ ആരുമില്ലായിരുന്നു. എന്നാൽ എനിക്ക് ആഗ്രഹമായിരുന്നു അവിടെ ആരെങ്കിലും വേണം, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും 1-2 പേര് കൂടെ വേണമെന്നൊക്കെ ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ 4 പ്രസവിച്ചെങ്കിലും എന്താണ് ചുറ്റും നടക്കുന്ന കലാപരിപാടികൾ എന്ന് എനിക്ക് കൃത്യമായി അറിവില്ല. മാത്രമല്ല ഡെലിവറി വീഡിയോസ് ഒന്നും ഞാൻ യൂട്യൂബിലൂടെ കാണാൻ ശ്രമിച്ചിട്ടില്ല. എന്തായാലും എനിക്കത് ലൈവായി കാണാൻ പറ്റി. അതൊരു മാജിക്കൽ ഫീൽ ആയിരുന്നു. ഓസി വേദന വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് അവൾ ഓവറായി സ്ട്രഗിൾ ചെയ്തില്ല. അവൾക്ക് ഇഞ്ചക്ഷൻ തന്നെ ഭയങ്കര പേടിയാണ്. എല്ലാം സ്മൂത്തായിരുന്നു. മണിക്കൂറുകൾ ആ പ്രോസസ്സിലേക്ക് എത്താൻ എടുത്തെങ്കിലും അവസാനത്തെ പ്രക്രിയ വളരെ സ്മൂത്തായിരുന്നു. ആശുപത്രിയിലെ ഓരോ സ്റ്റാഫിനോടും നന്ദിയുണ്ട്. വളരെ നന്നായിട്ടാണ് ജീവനക്കാർ പെരുമാറിയത്. ആശുപത്രിയിൽ വന്നതുപോലെയല്ല, ഒരു 5 സ്റ്റാർ ഹോട്ടൽ വന്ന ഫീലായിരുന്നു. എന്ന് വെച്ച് നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റുമല്ല ഇവിടെ. ലേബൽ സ്വീറ്റ് റൂമിന് ദിവസം 12,000 രൂപയാണ്. വെളിയിൽ കാണുന്നവർക്ക് തോന്നും ഭയങ്കര റേറ്റ് ആണോ എന്നൊക്കെ. ഒരു സാധാരണ ആശുപത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു 30,000-40,000 വ്യത്യാസമേ വരുന്നുള്ളൂ. ഡെലിവറിക്ക് കിടക്കുന്ന പെൺകുട്ടിക്കും കുടുംബത്തിനും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നും സിന്ധുകൃഷ്ണ പറഞ്ഞു. ദിയയുടെ വീഡിയോ വൈറലായ ശേഷം മറ്റൊരു വിഷയം കൂടി ആളുകൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. ബൈസ്റ്റാൻഡേഴ്സായി ദിയയ്ക്കൊപ്പം ഭർത്താവിന് പുറമെ അമ്മയും 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. അവരാരും മാസ്ക് പോലുള്ളവ ധരിച്ചതുമില്ല. പൊതുവെ ഡെലിവറിക്കായി ലേബർ സ്യൂട്ടിൽ ഗർഭിണിക്കൊപ്പം കയറുന്ന ബൈസ്റ്റാൻഡേഴ്സിന്റെ ഹൈജീന് വളരെ അധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഡോക്ടർമാരെയും നഴ്സുമാരെയും പോലെ ബൈസ്റ്റാൻഡേഴ്സും മാസ്കും PP കിറ്റ് അടക്കമുള്ളവയും ധരിക്കാറുണ്ട്. അമ്മയെയും കുഞ്ഞിനെയും ഇൻഫെക്ഷനിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ദിയയ്ക്കൊപ്പം ബൈസ്റ്റാൻഡേഴ്സായി നിന്നവരാരും മാസ്ക് പോലും ധരിച്ചിരുന്നില്ല. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴത്തെ വിഷയത്തിൽ ഗൈനക്കോളജിസ്റ്റ് ന്യൂസ് 18 മലയാളത്തിൽ നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത്. പ്രസവ മുറിയിൽ ഇത്രയധികം ആളുകളെ പ്രവേശിപ്പിക്കാമോ? അണുബാധ ഉണ്ടാകുന്ന സാഹചര്യം വരില്ലേ എന്നാണ് ന്യൂസ് ആങ്കർ ചോദിച്ചത്.
വജൈനൽ ഡെലിവറിയുടെ മലയാളം തന്നെ സുഖപ്രസവം എന്നാണ്. പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതൊട്ടും സുഖകരമായിട്ടുള്ള ഒരു അനുഭവമല്ലെന്ന്. അങ്ങനെ ഒരു പ്രസവത്തിനെ അക്ഷരാർത്ഥത്തിൽ സുഖപ്രസവമായി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് ദിയ വീഡിയോയിലൂടെ കാണിച്ചു തന്നു. പ്രസവിക്കാൻ ഒരുപാട് പേർ പേടിക്കുന്നുണ്ടാവും, ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാകും. ഗർഭിണിയായിരിക്കുന്നവർക്കും കല്യാണം കഴിച്ച് ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രസവം എങ്ങനെയാണെന്ന് അറിയാത്ത പുരുഷന്മാർക്കും എന്താണ് ഒരു ലേബർ റൂമിൽ സംഭവിക്കുക എന്നതിനെ പറ്റി ഉത്കണ്ഠയുള്ളവർക്കും ഉപകാരപ്രദമാണ് ദിയയുടെ വീഡിയോ. ഒരു ഉത്കണ്ഠകളുടെയും ആവശ്യമില്ല. എപ്പിഡ്യൂറലിലൂടെ പെയിൻലെസ് ലേബർ സാധ്യമാണെന്നും ബർത്ത് കമ്പാനിയന്റെ പ്രസൻസ് എത്രത്തോളം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ലേബർ സമയത്ത് സ്ത്രീയിൽ ഉണ്ടാക്കുമെന്നും ദിയയുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ആ വീഡിയോയുടെ പോസിറ്റിവിറ്റി. പിന്നെ നെഗറ്റീവാണ് സൈഡ് എന്ന് പറയുമ്പോൾ കുടുംബങ്ങൾ എല്ലാം ലേബർ സമയത്ത് കയറിയത് ഗൈനക്കോളജിസ്റ്റുകൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ദിയയുടെ ഫാമിലിയിലെ 5ഓളം പേർ ഡെലിവറി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മാസ്കും ധരിച്ചിരുന്നില്ല. അത്രയും ആളുകൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നുവോ എന്നത് ഒരു കൺസേണിംഗ് ഫാക്ടർ തന്നെയാണ്. ഇൻഫെക്ഷന്റെ പോസിബിലിറ്റി തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ ഓരോ ആശുപത്രിക്കും അവരുടേതായ പോളിസി ഉണ്ടാകും. ചിലപ്പോൾ ദിയയുടെ ഡെലിവറി നടന്ന ആശുപത്രിയിൽ അത്രയും ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തുന്നതിൽ കുഴപ്പമില്ലായിരിക്കാം എന്നാണ് ഡോക്ടർ ഖാദ ആർ പ്രതികരിച്ച് പറഞ്ഞത്. പ്രസവത്തിനുള്ള തീയതി കുറിച്ച് കിട്ടിയപ്പോൾ തന്നെ ലേബർ സ്യൂട്ട് ദിയ ബുക്ക് ചെയ്തിരുന്നു. അതിന് 12,000 രൂപയാണ് ചിലവായത് എന്നാണ് അമ്മ സിന്ധുകൃഷ്ണ പറഞ്ഞത്. സൂചി പോലും ഭയമുള്ളതിനാൽ ഭർത്താവിന്റെയും അമ്മയുടെയും സാന്നിധ്യം തനിക്ക് ആവശ്യമാണെന്നത് ദിയയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. ആൺകുഞ്ഞാണ് ദിയയ്ക്ക് പിറന്നത്. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന്റെ പേര്. ദിയ തന്നെയാണ് പേര് കണ്ടെത്തിയത്. ദിയയുടെയും പ്രസവ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒന്നാമത് തന്നെയാണ്. ഇത്രത്തോളം അടുത്തൊന്നും മറ്റൊരു സെലിബ്രിറ്റിയുടെ പ്രസവ വീഡിയോയും വൈറലായിട്ടില്ല. കുഞ്ഞിന്റെ മുഖം ദിയ റിവീൽ ചെയ്യുന്ന നിമിഷത്തിനു വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതേസമയം കുഞ്ഞ് പിറന്നതിന്റെ വിശേഷങ്ങൾ ദിയകൃഷ്ണയുടെ അമ്മ സിന്ധുകൃഷ്ണ പങ്കുവച്ചതിന്റെ വീഡിയോയും വൈറലാവുന്നുണ്ട്. തന്റെ പുതിയ വ്ളോഗിലാണ് സിന്ധു വിശേഷങ്ങൾ പങ്കുവച്ചത്. കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഹൻസികയുടെ ഇളയ കുഞ്ഞ് വന്നതുപോലെയാണ്. ഓസിക്ക് അനിയൻ ജനിച്ച ഫീലാണ് എന്റെ മനസ്സിൽ. അമ്മ എന്നതിനേക്കാൾ ചേച്ചി എന്ന ഫീലാണ് ഓസിക്ക്. എനിക്കും അങ്ങനെയായിരുന്നു. അമ്മു ജനിച്ചപ്പോൾ ഒരു അമ്മയായി ചിന്തിക്കാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. ചേച്ചി തരാം കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അമ്മയാണെന്ന് ഫീൽ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ആ പ്രോസസ്സിലാണ് ഓസി. ഞാൻ ഗ്രാൻഡ് മദർ ആണെന്ന് പ്രോസസ്സ് ചെയ്യാനും അങ്ങനെ ചിന്തിക്കാനും സമയമെടുക്കും. കുട്ടിയെ കാണാൻ പറ്റിയതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിരുന്നു. കുറേ പിള്ളേർ ഉള്ളതുകൊണ്ട് അനിയത്തി സിമിക്ക് 3 പിള്ളേരായപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ള ആളാണ്. ആയെ വെക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടന്നപ്പോൾ നമ്മളൊക്കെ ഇല്ലേ, നമുക്ക് നോക്കാം, പറ്റില്ലെന്ന് കണ്ടാൽ ആയെ വെക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അവനെ നോക്കുന്നതിൽ വളരെ സന്തോഷമാണ്. പെൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമുണ്ട്. ആൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമില്ല. സിമിയുടെ കുട്ടികളെ കുറച്ച് ഞാൻ നോക്കിയിട്ടുണ്ടാകും. പിന്നെ സിമി തിരിച്ചു പോയല്ലോ. ധാരാളം പേർ ഓസിയുടെ പ്രഗ്നൻസിയും ബേബിയുടെ വരവും അവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് പോലെയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി പരിഗണിക്കുന്നതിൽ എല്ലാ മലയാളികളോടും നന്ദി പറയുന്നു. ഓസിയുടെ കുഞ്ഞിന്റെ പേര് ഞാനല്ല സെലക്ട് ചെയ്തത്, ഓസി തന്നെയാണ് സെലക്ട് ചെയ്തത്. ഞാൻ കുറേ പേരുകൾ കൊടുത്തിരുന്നു. ബോയ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പേര് വെക്കാമോ എന്ന് ഓസി എന്നോട് ചോദിച്ചു. ആദ്യം ഞങ്ങൾ വേണോ എന്ന് ആലോചിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെറ്റ് നെയിമായി ഓമി എന്ന് വിളിക്കാമെന്ന് ഓസി പറഞ്ഞു. അങ്ങനെ ഓസി തന്നെ തെരഞ്ഞെടുത്ത പേരാണിതെന്ന് സിന്ധുകൃഷ്ണ പറയുന്നു. നേരത്തെ നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നലെന്നാണ് സിന്ധുകൃഷ്ണയും കൃഷ്ണകുമാറും നേരത്തെ പറഞ്ഞിരുന്നത്. ഓസിയുടെ ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി. പക്ഷേ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. സിന്ധു ആശുപത്രിയിൽ പോകും, പ്രസവിക്കും, തിരിച്ചു വരും. ഇഷാനിയെ ഗർഭിണിയായിരുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ല. തിരികെ വന്ന് ഞാൻ എടുത്തു കൊണ്ടുപോയതാകട്ടെ അമ്മുവിൻ്റെ LKGയിലെ പ്രോഗ്രസ് കാർഡാണ്. വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല. 2-3 കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബിയായിരുന്നു ഇഷാനി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അമ്മു 2.6 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ഓസിയും ഹൻസും 2.5 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക. ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനിയായിരുന്നു. ജോൺസൺസ് ബേബിയുടെ പരിസരത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു. അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു. പണ്ട് ചുരിദാറിന്റെ ദുപ്പട്ടയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പുതപ്പിച്ചിരുന്നത്. മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കാം. കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ തുടയ്ക്കരുത്. അതിനുവേണ്ടിയാണ് കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നു. ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ 26 വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുടുപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട്.